ഹലോ എവ്രി വൺ. അപ്പോൾ ദേ ഇന്ന് എങ്ങോട്ടാണ് ഈ ഓടിക്കതിച്ച് ടെൻഷൻ അടിച്ച് പായണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മനസ്സിലൊക്കെ ഇന്നെ കാത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കാത്തിട്ട് ഇൻസാന റിസോർട്ടിൽ നിൽക്കുന്നുണ്ട്. ഓള് മാത്രമേ ഉള്ളൂ അവിടെ ക്യാമറാമാനും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും എങ്ങോട്ട് പോയിക്കണം, ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വേണം നേരെ ഓഡിറ്റോറിയത്തിൽ പോകാനായിട്ട്. കുഞ്ഞിന്റെ കോസ്റ്റ്യൂം അടിപൊളിയല്ലേ? ഞാൻ അൻസില തിരിയൂ. ഓ അൻസില മുട്ടാടുക്കലിന് പുതിയന്റെ കാര്യമുണ്ട്. പൊന്ന് തിരിയൂ. എല്ലാരും അടിപൊളിയാട്ടോ ഫോട്ടോയില് കാണുമ്പോ. നോക്കട്ടെ, നല്ല രസമുണ്ട്. കറങ്ങിക്ക ഗൈസ്, ബ്രൈഡ് ആകെ മാറിയെന്ന്. നല്ല രസമുണ്ട്. ലെൻസ് ഒക്കെ ഇട്ടിട്ട് ആരാ ഇപ്പൊ ഇത്? ഞാനത് മനസ്സിലാവുന്നില്ലേ? സുന്ദരി മണികളായോ എന്ന് പറയാം. നമ്മുടെ ബ്രൈഡ് ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു ഗൈസ്. കാരണം തലേന്നാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ലെഹങ്ക കൊണ്ടുവന്ന് തരുന്നത്. നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് തന്നെ തലേന്ന് കൊണ്ടുവന്ന് തന്നുകൊണ്ട് ഓള് ഇന്ന് അതാണ് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രയൽ നോക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി ഒന്നും ചെയ്തിട്ടില്ല. ഓർണമെൻറ്റ്സ് ഒന്നും നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു വിളിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണ്, ഇതിനു മുന്നേ ചെയ്ത അങ്ങനത്തെ ഒന്നും നമ്മൾക്കറിയില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും ആവുക, ഭംഗി ഉണ്ടാവുമോ, കൊളായി പോവോ, നന്നായാൽ നന്നായി, കൊളായാൽ കൊളായി, ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ഞങ്ങൾക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ വന്ന് കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. ഓൾക്ക് ചേരുന്ന രീതിക്കുള്ള എല്ലാ കോസ്റ്റ്യൂമായിരുന്നു, ഓൾക്ക് പറ്റണ രീതിക്കുള്ള ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം. ഹിജാബൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരും പിന്നെ അതേപോലെ തന്നെ ഇൻസാനും ഫോട്ടോഗ്രാഫേഴ്സും മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിനടുത്തുള്ള റിസോർട്ടിലാണ് കുറച്ച് ഫോട്ടോസും റീൽസും എടുക്കാൻ വന്നതാണ്. ബാക്കി എല്ലാവരും നമ്മളെ ഉമ്മമാരും ബാക്കി എല്ലാവരും എങ്ങോട്ട് പോയിട്ടുണ്ട്, മണ്ഡപത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പം 10-10:30 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും എടുത്തു വെക്കാനും ഓർത്ത് വെക്കാനും കുറച്ച് ഫോട്ടോസല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് മാക്സിമം പറ്റുന്നത്ര നല്ല കുറച്ച് ഫോട്ടോസ് ഇട്ടെടുത്ത് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചത്. ഫോട്ടോഗ്രാഫേഴ്സ് നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല പോസൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നു. നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുത്തു തന്നുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് വിളിയോട് വിളിയായിരുന്നു. അതുകൊണ്ട് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റണ അത്ര ഫോട്ടോസ് എടുത്ത് വേഗം നമ്മൾ ഇറങ്ങി. കാരണം ആൾക്കാരെങ്കിലുമൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് പെണ്ണ് അവിടെ എത്തണമല്ലോ. കാരണം വരുന്നൊരു പോസ്റ്റ് അടിച്ച് നിൽക്കരുതല്ലോ. അതുകൊണ്ട് ഓള് കുറേ ഫോട്ടോസിന് ശേഷം ഓളെ നമ്മളിവിടെ എത്തിച്ചു. പിന്നെ ഓക്കുള്ള പന്തലൊക്കെ നമ്മളിത് അവിടെ സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടികളായതുകൊണ്ട് കുറേ ഓടേണ്ടി വന്നിരുന്നു. പിന്നെ ഓളുടെ പഠിപ്പിക്കുന്ന കോളേജിൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാണുന്ന മാതിരല്ല, ആള് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഓള് പഠിപ്പിക്കണോടത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓല വന്നിട്ടുണ്ടായിരുന്നു. ഓല കയറ്റി വിട്ടു. ഓല് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഓളെ ഫാമിലീസ് കുറച്ച് ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഓളെ വല്യുപ്പ. അപ്പോൾ വല്യുപ്പാൻ്റെ ഒപ്പം നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസും ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ബ്രൈഡ് ഇല്ലെങ്കിൽ ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ക്യാമറാമാൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വന്നപ്പോൾ മൂപ്പർക്കാകെ നാണം. ഇതാണ് കേട്ടോ നമ്മളെ ക്യാമറാമാൻ. ഒരു 10-12 മണിയാകുമ്പോഴേക്കിനും ആളുകൾ കുറേ വന്നു തുടങ്ങില്ല. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ആകെ ബഹളവും തിരക്കും ആവും. അപ്പം അതിന് മുന്നേ തന്നെ ഫാമിലീസ് എല്ലാവരും കയറി ഇന്ന് ഫോട്ടോ എടുക്കുക. അതാകുമ്പോൾ വലിയ തിരക്കൊക്കെ ആവണതിന് മുമ്പ് അത് എടുക്കലും ആയി, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാവുമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും വേഗം കയറിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ വേഗം എടുക്കുന്ന തിരക്കിലായിരുന്നു. വല്യപ്പാൻ്റെ കൂടെയൊക്കെ നിന്ന് ഓള് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇത് അമ്മായിയും ഉമ്മയും ഉപ്പിയൊക്കെയാണ്. അപ്പോൾ അതേ ഉമ്മയും ഉപ്പിയും വല്ലുപ്പിയും ഓളൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു. ഉമ്മയും ഉപ്പിയും ഡ്രസ് കോഡ് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ക്രീം കളറായിരുന്നു. ഉമ്മ ചുരിദാറും ഉപ്പ അതേ കളർ ഷർട്ടൊക്കെ ആയിരുന്നു. കപ്പിൾ ഗോൾസ് ആണ് ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ഓളുടെ പണ്ട് ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഹാഷിം. എനിക്കറിയാം, പക്ഷെ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ഇൻസാനെ പറ്റി 2 വാക്ക്. ആള് ഭയങ്കര കാമൻ ക്വറ്റാണ്, പാവാണ്, ചങ്കാണ്, ചങ്കിടിപ്പാണ്, എന്റെ കൽബാണ്, എല്ലാണ്. എത്ര കാലത്ത് പരിചയം? ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ ഈ സമയം വരെ ഒരുമിച്ചാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്, എല്ലാം. കല്യാണമായിട്ട് എന്താ പറയാനുള്ളത്? കല്യാണമായിട്ട് നല്ല രീതിയിൽ പാവം ഉഷാറാകട്ടെ.
അവിടെ പോയിട്ട് നശിപ്പിക്കും തോന്നുന്നുണ്ടോ? അവിടെ പോയിട്ട് അലമ്പാക്കാൻ തോന്നുന്നുണ്ടോ? അവളെ കയ്യിലിപ്പിച്ച് മിക്കവാറും ശരണോട് ശരണം. ഇത് ഓള് ഫാർമസിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നേ ഓള് ഫാർമസിസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓളുടെ ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫുകളായിരുന്നു ഇവരൊക്കെ. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാൻ ഒന്നുമില്ല. ഓളെ സ്വഭാവത്തിന് അവിടെ പോയാല് ചെക്കൻ കഷ്ടപ്പെടുവോ? ബാവാ ആകെ. പിന്നെ ദേ എൻ്റെ ഉമ്മച്ചി വന്നു. എന്നിട്ട് ഉമ്മച്ചിൻ്റെ പേരുന്ന് ഫോട്ടോ എടുത്തു. കുറേ നേരം ഉമ്മച്ചിനോട് ഇന്ന് വർത്താനം പറഞ്ഞു. ഇപ്പച്ചി വന്നിട്ടില്ലായിരുന്നു. ഇപ്പച്ചിക്ക് അവിടെ നാട്ടിൽ വേറൊരു നിക്കാഹ് ഉള്ളതുകൊണ്ട് ഇപ്പച്ചി അവിടെ ആയിരുന്നു. പക്ഷെ ഓളെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മച്ചി ഓളപ്പം ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. മാറ്റൊക്കെ നല്ല അടിപൊളി അയക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഉമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി. ചെക്കൻ വന്നു, ഫുഡ് കഴിച്ചു, കേക്ക് കട്ട് ചെയ്തു, മഹർ കെട്ടി, ഒപ്പിട്ടു നിക്കാഹ് സർട്ടിഫിക്കറ്റിൽ. അങ്ങനെ കുറേ പ്രോഗ്രാമുകളുടെ ഇടയിൽ നടന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കരച്ചിൽ കഴിഞ്ഞു, ദ്വാരക്കൽ കഴിഞ്ഞു. ചെക്കനോളെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ പോയി. അങ്ങനെ നമ്മളോളെ കൊണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോണ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഓട്ടപ്പാച്ചിലിനിടയിൽ. പക്ഷെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ചെക്കൻ എന്താ പറയാനുള്ളത് നോക്കാം. അങ്ങനെ നമ്മുടെ ചെക്കൻ എന്താ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ഇനി കല്യാണം കഴിഞ്ഞതിന്റെ ഇതിലെന്താ ചെക്കന് പറയാനുള്ളത്? പറ. വളരെ സന്തോഷം. അതെ, വേറെ ആണോ? എന്നാ പെണ്ണിനെ വിളിക്ക്. ഇനിയിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ചെക്കൻ അനുവാദമൊക്കെ വേണ്ടേ? പെണ്ണുങ്ങളായില്ലേ? അതൊന്നും പറഞ്ഞ കാര്യമില്ല. പക്ഷെ എന്നാലും വിളിക്ക്, പെണ്ണുങ്ങളെ വിളിക്ക്. എന്നിട്ട് ചോദിച്ചു നോക്ക്. പെണ്ണുസൈനവിടെ ഭയങ്കര കരച്ചില്. അത് വേണ്ട. ആശികാക്ക ഇങ്ങോട്ടോക്ക്. അല്ല, കരയില്ല പറഞ്ഞിട്ട് കരഞ്ഞു. ഇന്നലെ എന്താ പറഞ്ഞ? അങ്ങനെ ഓൾ അവിടെ ആക്കിയിട്ട് നമ്മളെല്ലാവരും ഇതാ തിരിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി ഗൈസ്. ഇത്രയും ദിവസം ആ ഒരു വിഷമമില്ലായിരുന്നു. നമ്മളിങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഓടുന്നു, ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നു, മെഹന്തി ഇടുന്നു, പ്രോഗ്രാം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ഈ ലാസ്റ്റ് ഹൽദിയുടെ നൈറ്റ് ആയപ്പോക്കിനും ഒരു സങ്കടം പോലെ വന്നു. കല്യാണ ദിവസം ആയപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിലും ഒരു ഉച്ച വരെ കുഴപ്പമില്ലായിരുന്നു. ഉച്ച ആയപ്പോഴേക്കും നമ്മളെ മുഖമൊക്കെ മാറി തുടങ്ങി. ഓള് പോകാൻ നേരത്ത് ഭയങ്കര വിഷമം വന്ന് പെട്ടെന്ന് സങ്കടം വന്ന് കരഞ്ഞൊക്കെ പോയി. എന്നാലും കുറേയൊക്കെ പിടിച്ച് നിർത്തിയിട്ടോ. വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമോ സങ്കടമോ വന്നാൽ ഓടിപ്പോയി പറയണതായിരുന്നു ഞാൻ. ഇപ്പം അങ്ങനെ ഓടിച്ചെന്നാൽ ഓൾ അവിടെ ഇല്ലല്ലോ. വിളിച്ചാൽ നമുക്ക് കിട്ടും, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയാനൊന്നും അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരു വിഷമം പോലെ ആയി. ആകെ സങ്കടമായി. ഇത്രയും ദിവസത്തെ ഒരു ആഹ്ലാദവും ഒച്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. കാറിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് നമ്മളെ സൈലൻറ്റ് മൂഡൊക്കെ മാറ്റാനായിട്ട് നമ്മളിതൊരു ഷോപ്പിൽ നിർത്തി തന്നിട്ട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഇതാ എല്ലാവരും ഇരിക്കുകയാണ്. ഇവിടെ നല്ല കുൽക്കി സർബത്ത് കിട്ടും ഗൈസ്. പണ്ട് ചെറിയൊരു കടയായിരുന്നു. ആ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങി കട ഇപ്പോൾ കുറച്ച് പുരോഗമിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല ചായ, കടികൾ, കുൽക്കി സർബത്ത്. ഇവിടുത്തെ മെയിൻ കുൽക്കി സർബത്താണ്. നല്ല കുടത്തിൽ ഇങ്ങനെ കിട്ടും. അപ്പം കുൽക്കി സർബത്ത് എങ്ങനെയാണ് ഒരു കുൽക്കണമെന്ന് കാണിച്ചിട്ടത് ഇങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം നമ്മളെ ഇവിടെ ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയയിൽ വേറെ സ്ഥലത്തൊന്നും കുലുക്കി തരുന്ന സർബത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പറയാണ് ഇവിടെ ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഇറങ്ങിയാൽ ഇതൊക്കെ എന്ത് ചീള കേസ് അതൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ വിഷമങ്ങൾ അങ്ങോട്ട് മാറ്റാനായിട്ട് കുറച്ച് കുലുക്കി സർബത്ത് എടുത്തുകൊണ്ട് കുടിക്കുക. കുറേ ഫ്ലേവറുകളുണ്ട്. മുന്തിരി ഉണ്ടായിരുന്നു, പച്ചമാങ്ങ, അങ്ങനെ മാംഗോ, പൈനാപ്പിൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ചാടി കയറിയിട്ട് മുന്തിരി എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ മുന്തിരി എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ കുടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതേനു. ഇതിങ്ങനെ കുടത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു കുടത്തിൽ മുഴുവനായിട്ട് എങ്ങനെ കുടിക്കാമെന്നറിയില്ല. അൻസിലാണെങ്കിൽ പൈനാപ്പിളാണ് വാങ്ങിക്കണത്. പൈനാപ്പിളിൽ കുറച്ചൊരു എരിവ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. മുന്തിരി ആണെങ്കിലും നല്ല രസമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും അടിപൊളി വന്നിട്ട് എനിക്ക് തോന്നുന്നത് പച്ചമാങ്ങ ഇരിക്കുന്നു. കുഞ്ഞത് അവിടെ ഇരിക്കണം, അൻസിലത് അവിടെ ഇരിക്കണം.
അൻസില കുൽക്കി സർവത്തൊക്കെ കുടിച്ച് ഇവിടെ അൻസിലന്റെ സങ്കടം കയ്യിൽ അങ്ങോട്ട് തീർന്നു വന്നിട്ട്. അൻസില ഇനി രാത്രി നോക്കിക്കൊണ്ട് പട്ടി പോകണ മാതിരി രശ്മ മാറി. അൻസില സങ്കടം പറയാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോവാണ്. കല്യാണം കഴിഞ്ഞു പോവാണ്. എടുത്താളാ. ബൈ ബൈ. ബൈ ബൈ. സബ്സ്ക്രൈബ് ഷെയർ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് അടിച്ചു പൊട്ടിക്കാൻ അടിച്ചു പൊട്ടിക്കാം.